നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 057/2024 LGS എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? ഇത് ഏതാണ്ട് സിമിലർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സോൾവ് ചെയ്തിരുന്നു. 650 ആണ് വാങ്ങിയ വില, അത് വിറ്റത് 598. അപ്പോൾ തന്നെ നഷ്ടമാണ്. വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റത്. അപ്പോൾ വാങ്ങിയ വില മൈനസ് വിറ്റ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ലാഭവും നഷ്ടവും കണക്കാക്കുന്നത്. അപ്പം അത് ഇൻറ്റു 100. ഇതാണ് നഷ്ടശതമാനം എന്ന് പറയുന്നത്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാങ്ങിയ വില മൈനസ് വിറ്റ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ 52 ഡിവൈഡഡ് ബൈ 650 ഇൻറ്റു 100. ഇവിടെ 13 കൊണ്ട് 4 50. 50 ഇൻറ്റു 2 അപ്പോൾ 8%. അപ്പോൾ ഇതിന് ഈ ഫോർമുല ഓർത്താൽ മതി. നഷ്ടശതമാനം കാണാൻ വാങ്ങിയ വില മൈനസ് വിറ്റ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നഷ്ടശതമാനം എന്ന് പറയുന്നത്. ഈ ഫോർമുലയിൽ ഇട്ടാൽ മതി. ഉത്തരം 8%. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: 18 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ 2 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5 എത്ര? അപ്പോൾ ഇവിടെ 18 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം. ബ്രാക്കറ്റിനകത്ത് നിന്ന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, അതായത് ഗുണനവും ഹരണവും വരുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത് നിന്ന് വലതേക്ക് പോകാം. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5. തിരിച്ച് 18 ഡിവൈഡഡ് ബൈ 6, 18 ഹരണം ഇതാദ്യം ചെയ്താലും ഉത്തരം ഒരുപോലെ തന്നെ കിട്ടും. ഇത് ചെയ്തിട്ട് ഗുണനം ചെയ്താലും ഉത്തരം ഒരുപോലെ തന്നെ വരും. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഗുണനവും ഹരണവും വരുമ്പോൾ ഇടത് നിന്ന് വലതേക്ക് പോകാം. അപ്പോൾ ഇനി 6 മൈനസ് 5. ഡിവിഷൻ ആദ്യം ചെയ്തു, ഇത് ചെയ്തു. 18 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 18. ഉത്തരം 18. ഓപ്ഷൻ എ 18. അടുത്ത ചോദ്യം: ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ 6 മണിക്കൂർ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പോൾ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. വേഗത 52, സമയം 52 കിലോമീറ്റർ പെർ മണിക്കൂർ ഇൻറ്റു സമയം 6 മണിക്കൂർ. 302 കിലോമീറ്റർ. ഓപ്ഷൻ സി. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. 312 കിലോമീറ്റർ. അടുത്ത ചോദ്യം: 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക. അപ്പം n ഇൻറ്റു n+1/2. ഇത് കൂട്ടി നോക്കിയാലും മതി, ചെറിയ സംഖ്യ ആയതുകൊണ്ട്. 9 ഇൻറ്റു 10/2 45. ഒന്നുകിൽ ഫോർമുല ഓർമ്മയില്ലെങ്കിൽ കൂട്ടി നോക്കാനും മതി, ചെറിയ സംഖ്യകളായതുകൊണ്ട്. ഫോർമുല ഓർത്ത് വെച്ചാൽ നമുക്ക് സമയം ലാഭമാണ്. ഓപ്ഷൻ സി 45. അടുത്ത ചോദ്യം: 85 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ത്രികോണമാണ് കൂട്ടത്തിൽ പെടാത്തത്. കൂട്ടത്തിൽ പെടാത്തത് ത്രികോണം. ഓപ്ഷൻ എ. കാരണം 3 വശങ്ങളല്ലേ ഉള്ളൂ, മറ്റേതെല്ലാം 4 വശങ്ങളുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ത്രികോണമാണ്. സമചതുരം, സ്ക്വയർ, ചതുരം, റെക്റ്റാങ്കിൾ, ലംബകം, ട്രപ്പീസോയിഡ്, ട്രപ്പീസിയമാണ്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഉള്ള വാക്കുകൾ വരുമ്പോഴാണ് കൺഫ്യൂഷൻ. പക്ഷേ ത്രികോണം 3 വശങ്ങളേ ഉള്ളൂ. അടുത്തത്: ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര?
പരപ്പളവ് ഏരിയ 289. സമചതുരമാകുമ്പോൾ A² സൈഡ് ഇൻറ്റു വശം ഇൻറ്റു വശം 289. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് ഇതിൻ്റെ വർഗ്ഗമൂലം 17 മീറ്റർ. ഓപ്ഷൻ സി 17. അടുത്ത ചോദ്യം, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായമെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഒന്നുകിൽ ഓപ്ഷൻസിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ എക്സ് വെച്ചിട്ട് ചെയ്യാം. മകൻ, അച്ഛൻ. ഇനി ഇപ്പോൾ ഉള്ളതും 10 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ ഉള്ളതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മകൻ്റെ പ്രായം ഇപ്പോൾ എക്സ് ആണെങ്കിൽ അച്ഛൻ്റെത് അതിൻ്റെ 3 ഇരട്ടി 3x ആണ്. 10 വർഷം കഴിയുമ്പോൾ അപ്പോൾ മകൻ്റെ പ്രായം x+10 ആകുമ്പോൾ അച്ഛൻ്റെത് 3x+10 ആകും. അറിയാലോ, നമുക്ക് അറിഞ്ഞുകൂടാത്ത മകൻ്റേത് എക്സ് എന്ന് കരുതുന്നു, അതിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെത്, അപ്പോൾ 3x. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എക്സ് എന്നുള്ളത് x+10 ആകും, 3x എന്നുള്ളത് 3x+10 ആകും. ഇനി 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് മകൻ്റെ പ്രായമായ x+10ൻ്റെ 2 ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കലായിട്ട് വരുന്ന ഇക്വേഷൻ. ഇനി 3x+10 = 2x+20. അപ്പോൾ എക്സിനെ എല്ലാം ഒരു വശത്തേക്ക് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 3x - 2x = 20 - 10. നമ്പേഴ്സ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ +2x മൈനസ് ചെയ്യുന്നു, ഇവിടെ +10 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകുന്നു. അപ്പോൾ x = 10. മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദ്യം. 10. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 10. ചോദ്യം മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്തെന്നാണ്. അത് തന്നെയാണ് നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്തപ്പോൾ ഉത്തരം 10. വേണമെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് നോക്കാം. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 10 ആണെങ്കിൽ, അല്ല, ഓപ്ഷൻ എ 30 എന്ന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 3 ഇരട്ടി 90 വരണം. 10 വർഷം കഴിയുമ്പം മകന് 30 എന്നുള്ളത് 40 ആകുമ്പോൾ അച്ഛൻ്റെ പ്രായം 100. അത് അതിൻ്റെ 40ൻ്റെ ഇരട്ടി അല്ല 100. അതുപോലെ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 20 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 60 ആയിരിക്കണം. 10 വർഷം കഴിഞ്ഞ് 20 എന്നുള്ളത് 30 ആകും. അപ്പോൾ 60 എന്നുള്ള അച്ഛൻ്റെ പ്രായം 70 ആകും. അതും ഇരട്ടിയല്ല, 30ൻ്റെ ഇരട്ടിയല്ല 70. ഇനി മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 10 ആണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 30 ആയിരിക്കും. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായം 20 ആകുമ്പോൾ അച്ഛൻ്റെ പ്രായം 40. അപ്പോൾ 20ൻ്റെ ഇരട്ടിയാണ് 40. അപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് വാല്യൂസ് ഇട്ടിട്ട് പോയി നോക്കിയാലും കിട്ടും. അപ്പോൾ ഓപ്ഷൻ സിയിൽ ആണ് ഇപ്പോൾ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നതിന് സമയം പോവും. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരവായിട്ട് വരുന്നതെങ്കിൽ അത് ഒരു ഈസി മെത്തേഡാണെന്ന് പറയാം. ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാം. അടുത്ത ചോദ്യം, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2, 4, 5 ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അതിൻ്റെ ലസാഗു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലസാഗു അഥവാ LCM. അപ്പം 2, 4, 5ൻ്റെ LCM എനിക്ക് തോന്നുന്നു കണക്ക് കൂടെ ചെയ്ത് നോക്കുന്നവർക്കെല്ലാം ചോദ്യം കാണുമ്പം തന്നെ ഉത്തരം കിട്ടും. എന്നാലും ആ LCM മെത്തേഡിലൊന്ന് ചെയ്ത് കാണിക്കാം. 5. ഇനി നമുക്ക് കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല, ഇതിനെല്ലാം കൂടി ഗുണിക്കുന്നു. 2 × 1 × 2 × 5 = 2 × 1 × 2 × 5 20. 20 ഇതിൻ്റെ ലസാഗു. ഉത്തരം 20. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 9:3 എങ്കിൽ 64 എത്ര? 9 അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 64 അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 64 8 ഉത്തരമായി വരുന്നത്. 8 ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8. അടുത്തത് എത്ര? 2, 5, 8. അപ്പം 2, 3, 5. 5, 3, 8. 8, 3.
11. ഉത്തരം 11. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 1/10 ഈക്വൽ ടു 0.1. 10/100. 1/10 ഈക്വൽ ടു 0.1. 10/100 എന്ന് പറയുമ്പോൾ എഗെയിൻ അതും 0.1. 0.1 തന്നെയാണ് 0.10 എന്ന് പറയുന്നതും. രണ്ട് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. 0.1ഉം 0.10 രണ്ടും ഒന്ന് തന്നെയാണ്. ദശാംശം കഴിഞ്ഞ് വലതുവശത്തേക്ക് 1 കഴിഞ്ഞ് പൂജ്യങ്ങൾ ഇടുന്നത് അതുകൊണ്ട് വ്യത്യാസം വരുന്നില്ല. 0.1 എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം മാർക്കുകളുടെ ശരാശരി എത്ര? 22. അപ്പോൾ ഇത് ശരാശരി കാണാനായിട്ട് എപ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്നത് സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ സംഖ്യകളുടെ എണ്ണം എത്രയാണോ അതുകൊണ്ട് ഇവിടെ 5 അതുകൊണ്ട് ഹരിക്കുന്നു. ഇവിടെ പക്ഷേ നോക്കുക, സംഖ്യകൾക്കിടയിൽ 10 ഇവ ഓരോന്നിൻ്റെയും ഇടയിലുള്ള 52, 62, 10, 32, 42, 10 എല്ലാത്തിൻ്റെ 22, 32, 10. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരു 10 ഇൻ്റർവെല്ലിൽ പോകുന്നു. അതായത് ഇതിനെ ക്രമമായി എഴുതിയാൽ 22, 32, 42, 52, 62 ഇത്രയുമാണ് ഈ സംഖ്യകൾ. എല്ലാത്തിനും ഇടയിൽ 10 വ്യത്യാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മിഡിൽ സംഖ്യ 5 സംഖ്യകൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് മിഡിൽ സംഖ്യ 42 ആയിരിക്കും ഇതിൻ്റെ ശരാശരിയായി വരുന്നത്. നമ്മൾ കൂട്ടി ഹരിച്ചൊന്നും നോക്കണ്ട, 42. കാരണം ഇവയെ അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുമ്പോൾ ഇവയ്ക്കിടയിലെ വ്യത്യാസം തുല്യമായ ഒരു ഫിക്സഡ് സംഖ്യ ഇപ്പോൾ ഇവിടെ 10 തന്നെയാണ്. അപ്പോൾ ഇത് ആ മിഡിൽ വരുന്ന സംഖ്യയാണ്. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ അക്കം 5 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒറ്റ അക്കത്തിൽ വരുന്നുണ്ട്. ആ മിഡിൽ വരുന്നത് 42 ശരാശരി. അത് കൂട്ടി ഹരിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി. അടുത്തത് 1/2 + 3/4 - 1. 1/2 + 3/4 - 1. ഈ സംഖ്യകൾ കൂട്ടിയാൽ നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞാൽ അര, 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ. അരയും മുക്കാലും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതായത് അരയും മുക്കാലും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1/4. നമ്മൾ സാധാരണ പൈസ എടുക്കുമ്പോഴോ ബസ്സിൽ കയറുമ്പോഴോ ഒക്കെ അര, മുക്കാൽ ഇതൊക്കെ പറയുള്ളൂ. 1/4. അതിൽ നിന്നും 1 കുറച്ചാൽ ബാക്കി കാലെന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ അത് മതി. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി മാത്തമാറ്റിക്കലായിട്ടും കൂടെ ഒന്ന് ചെയ്യാം. 1/2 + 3/4 - 1. അപ്പം നമ്മൾ ഫ്രാക്ഷൻ ആദ്യം 2ൻ്റെയും 3ൻ്റെയും ലെസ്സാകൂ 4. 1/2 × 4 + 3/4 × 4 - 1. രണ്ട് മെത്തേഡും ചെയ്യുന്നത് ഓരോ ആളുകൾക്കും ഓരോന്നാകും സൗകര്യം. അതുകൊണ്ടാണ് ഇവിടെ 2 + 3 - 1 = 5/4 - 1. ഇനി 5/4 - 1 എന്ന് പറയുമ്പോൾ വീണ്ടും ലെസ്സാകൂ 4. 5 - 1 × 4 4 = 1/4. അപ്പോൾ ഇത് ഇത്രയും സമയമെടുക്കും ഫ്രാക്ഷൻ മെത്തേഡിൽ ചെയ്യുമ്പം. ഇത് നമുക്ക് ഇത് സിമ്പിളായിട്ടുള്ള സംഖ്യകളല്ലേ. അരയും മുക്കാലും കൂടെ കൂട്ടി 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1/4 1/4. ആൻസർ 1/4. 4/1 അഥവാ 1/4. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 15/p = 3 ആയാൽ p എത്ര? 15/p = 3. p = തിരിച്ച് 15/3 = 5. 15നെ p കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടണമെങ്കിൽ p എന്ന് പറയുന്നത് 5 ആണ്. 15നെ 5 കൊണ്ട് ഹരിക്കുമ്പോഴാണല്ലോ 3 കിട്ടുന്നത്. ഉത്തരം 5. ഓപ്ഷൻ ബി 5. അടുത്ത ചോദ്യം ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഫോർമുല. ആകെ എത്ര പേരുണ്ടെന്നത് കാണാൻ m + n - 1. m എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നുള്ളത്, n എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നുള്ളത്, -1.
8 5 13 മൈനസ് 1 12 പേരാണുള്ളത്. ഉത്തരം 12. ഓപ്ഷൻ എ 12. അടുത്ത ചോദ്യം, 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത്? അപ്പോൾ 100 ഏറ്റവും ചെറുത്, ഇത് 3ൻ്റെ ഗുണിതമല്ല. 101 ഇതും 100ൻ്റെ ഗുണിതമല്ല. 102. അപ്പോൾ സംഖ്യകൾ 1 + 0 + 2 = 3. സംഖ്യകളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഈ തുക, സംഖ്യകളുടെ അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ അത് 3ൻ്റെ ഒരു ഗുണിതമായാൽ, അങ്ങനെ പറയാം. സംഖ്യകളുടെ അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ 3ൻ്റെ ഗുണിതമായാൽ അത് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 102 ഏറ്റവും ചെറിയ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. ഉത്തരം 102. 102 ഓപ്ഷൻ സി. 5² = 25. 0.5². 5² 25 ആണെങ്കിൽ 0.5² എന്ന് പറയുമ്പോൾ 0.5 × 0.5 2 ദശാംശ സ്ഥാനങ്ങൾ വരണം. അപ്പോൾ 25-ന് ഒരു 2 ദശാംശ സ്ഥാനം 0.25. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ രാജുവിന് ഇപ്പോൾ ഉള്ള തുക, എക്സ് ഒന്നും ഇടുന്നില്ല, രാജുവിൻ്റെ കയ്യിലുള്ള തുക, രാജുവിന് തന്നെ 8 രൂപയും കൂടെ കിട്ടിയാൽ അത് 100 രൂപയാവും. അപ്പോൾ രാജുവിൻ്റെ ഇപ്പോൾ കയ്യിൽ എത്രയാണുള്ളത്? 100-ൽ നിന്നും 8 കുറയ്ക്കുക, 92 രൂപയാണ് ഇപ്പോൾ രാജുവിൻ്റെ കയ്യിൽ ഉള്ളത്. ഓപ്ഷൻ ഡി 92. അടുത്ത ചോദ്യം, പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. -1. അപ്പോൾ 1 × 3. ഇവിടെ 1 × 3 ഇടയ്ക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു 2 മിസ്സിങ് ആണ്. അതിൻ്റെ സ്ക്വയർ -1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി 2 × 4. ഇവിടെ ഇടയ്ക്കൊരു 3 മിസ്സിങ് ആണ്. അതിൻ്റെ സ്ക്വയർ -1. 3 5 അതിൻ്റെ ഇടയിലെ 4 അതിൻ്റെ സ്ക്വയർ -1. അപ്പോൾ 10 12 ഇവിടെ 11 ആണല്ലോ മിസ്സിങ്. അതിൻ്റെ സ്ക്വയർ 11ൻ്റെ സ്ക്വയർ -1. ആൻസർ 11². 10 × 12 120, അത് 121 -1 ആണ്, 11ൻ്റെ സ്ക്വയർ ആണ്. ഉത്തരം 11². ഓപ്ഷൻ എ 11². ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. നീളവും വീതിയും തന്നാൽ പരപ്പളവ് കാണാൻ രണ്ടും കൂടി ഗുണിക്കുക. നീളവും വീതിയും തന്നിട്ടുണ്ട്, പരപ്പളവ് അഥവാ ഏരിയ. നീളം ഗുണം വീതി. 11 × 8 88. 88 ഉത്തരം. ഓപ്ഷൻ എ 88. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്